ചാണ്ടിയുമ്മൻ നേതാവേ, ധീരതയോടെ നയിച്ചോളും, ധീരതയോടെ നയിച്ചോളും. ചോര തരാം, നീര് തരാം, ജീവൻ വേണേ തന്നേക്കാം. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. പ്രിയപ്പെട്ട മറ്റ് സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ സമരത്തിന്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ഇപ്പൊ പറഞ്ഞ ആരൊക്കെയോ മടിത്തിരിക്കുക. ഇത് സമരത്തിന്റെ തുടക്കമാണ്. ഇനിയും സമരം നീതിയുണ്ട്. ഞാനിപ്പോ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്ത സമരം ഈ റോഡ് ഉപരോധിച്ച് അറസ്റ്റ് വരിക്കുക എന്നുള്ളതായിരിക്കും അടുത്ത നീക്കം എന്ന് പറയാൻ യാതൊരു സംശയമില്ല. ഞാൻ ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയുടെ മണ്ഡലം. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ നാടിന് വേണ്ടി വിഭാവന ചെയ്ത ഒരു പരിപാടിയാണ്. ഈ നാടിന് വേണ്ടിയാ, ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയാ. അത് ഏറ്റുമാനൂർക്കാർക്ക് വേണ്ടിയാണ്, അത് പുതുപ്പള്ളിക്കാർക്ക് വേണ്ടിയാണ്, അത് അയൽക്കുന്നക്കാർക്ക് വേണ്ടിയാണ്. അത് അതിനെ മുടക്കുവാൻ ഒരു ശക്തിയാണ്. അത് എന്ത് വില കൊടുത്തു. അത് അസംബ്ലി ചോദിക്കാനുള്ളത് അസംബ്ലി ചോദിക്കും, പുറത്ത് സമരം നടത്താനുള്ളത് സമരം നടത്തിയിരിക്കും. യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, നമ്മള് ഈ ഒരു സമരം ഒരു തുടക്കം മാത്രമാണ്. യാതൊരു സംശയവും വേണ്ട. കാരണം ഇത് പൊതുജനത്തിന് വേണ്ടിയാണ് ഗവൺമെന്റ്. പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ്. പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നില്ല ഗവൺമെന്റ് രാജിവെച്ച് പോവുക വേണ്ടത്, അല്ലാതെ അധികാരത്തിൽ അടിച്ചു പോകുകയല്ല. രാജിവെച്ച് പോകണം. ഇവിടെ 7-8 വർഷമായി ഈ പാലം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്താ സർക്കാരിന് ഒരു ഉത്തരവാദിത്തമില്ലാത്തത്? എന്താണ് ഇവിടുത്തെ മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ലാത്തത്? ഇവിടുത്തെ സാധാരണക്കാരൻ ഇവിടെ ബുദ്ധിമുട്ടുമ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പാലമല്ലേ? ഇവിടെ ഇലക്ഷൻ പ്രചരണ സമയത്ത് പലരും പലതും പറയുന്നത് കേട്ടു. ഇവിടുന്ന് നമുക്ക് മെഡിക്കൽ കോളേജിലോട്ട് ഉള്ള വഴി എളുപ്പവഴിയല്ലേ? ആരോ പറയുന്ന കേട്ടായിരുന്നല്ലോ, ഇവിടെ നെഞ്ചുവേദന വന്നാ എന്ത് ചെയ്യും ഇല്ലേ? ECG എടുക്കാൻ എന്ത് ചെയ്യും? എന്റെ പൊന്നു സാറേ, ഈ പാലം ഒന്ന് നന്നാക്കി തന്നാൽ ഇവിടെ ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മെഡിക്കൽ കോളേജിൽ എത്താം. അതിനു വേണ്ടി ചെയ്യാൻ തയ്യാറുണ്ടോ? എല്ലാം എടുത്ത നമുക്ക് എറണാകുളത്തിന് പോകാനുള്ള വഴി, എറണാകുളത്തിന് പോകാനുള്ള വഴി. അപ്പോൾ ഇതൊക്കെ ഏറ്റുമാനൂർ ക്ഷേത്രം അടക്കമുള്ള മർത്തശ്മണി അമ്മ പള്ളി, ഇതൊക്കെ ആളുകൾക്ക് അവരുടെ ജീവിത സ്വാതന്ത്ര്യം. എന്തിനാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്? നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് നമ്മുടെ ആവശ്യങ്ങൾ നേടിത്തരുന്ന സർക്കാരുകൾ, നമ്മുടെ ആവശ്യം നേടിത്തരുന്ന അധികാരികൾ അധികാരത്തിൽ വരുവാനും അവരെ കൊണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനുമാണ്. അതിന്റെ തുടക്കമായിട്ടാണ് ഈ പാലം ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് മതസ്വാതന്ത്ര്യം. നമ്മുടെ അമ്പലത്തിലോ പള്ളിയിലോ പോയി പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം അത് എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു പാലമാണ്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം, റൈറ്റ് ടു ഹെൽത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള കാര്യമാണ്. അതിൽ നമുക്ക് ഈ പാലം സഹായിക്കുന്നേ. അങ്ങനെ പല അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു പാലമാണിത്. ആ പാലം 8 വർഷമായി, 1-2 8 വർഷം. ഇതൊരു വലിയ കുറ്റകൃത്യമാണ് ഞാൻ പറയും. ഈ സമൂഹത്തോട് ചെയ്യുന്ന, ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്ന, ഇവിടുത്തെ സാധാരണക്കാരനോട്, ഇവിടുത്തെ പാവപ്പെട്ടവരോട്, ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. യാതൊരു സംശയവും വേണ്ട. ഞാൻ എന്നെ മീറ്റിംഗ് വിളിച്ചു. ആദ്യം ചോദിച്ചു, ഈ പാലം ആരുടെ? അറിയത്തില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല. പിന്നെ അന്വേഷിച്ച് പിടിച്ച് ഒക്കെ വന്നിട്ടാണ് നമ്മുടെ നബാഡി കൊണ്ട് നിർമ്മതി കൊണ്ട് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിൽ അറിയില്ല. അതാണ് അവസ്ഥ. ഞാൻ വീണ്ടും 11-ാം തീയതി മീറ്റിംഗ് കൂടുവാണ് ഉദ്യോഗസ്ഥന്മാരുടെ. അന്ന് ഞാൻ ഇതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. കാരണം ജനങ്ങളുടെ ആവശ്യമല്ലേ, ജനങ്ങളുടെ പണമല്ലേ, എന്റെ നിങ്ങളുടെ നികുതി പണമല്ലേ ഇത്. നമുക്കിതിനെ പ്രതിഷേധിക്കാതിരിക്കാൻ സാധിക്കും. ആ പ്രതിഷേധം ഇനിയും ആളിക്കത്താൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അധികാരികൾ കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കണ്ണടച്ചിട്ടാക്കുകയാണെങ്കിൽ കണ്ണ് തുറപ്പിക്കാനുള്ള മാർഗം പുതുപ്പള്ളിക്കാർക്കും അയൽക്കുന്നക്കാർക്കും ഏറ്റുമാനൂർക്കും നല്ലപോലെ അറിയാം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. യാതൊരു സംശയവും വേണ്ട. ഈ പാലം ഈ നാടിന്റെ ആവശ്യം, ഇവിടുത്തെ സാധാരണക്കാരന്റെ ആവശ്യം. ഓർത്തു നോക്കൂ, ഒരു വൈദിക ശ്രേഷ്ഠൻ ഇവിടെ വന്നിരിക്കുന്ന കാര്യമുണ്ടോ? ഈ സമരത്തിന് ഒരു വൈദികൻ വന്നിരിക്കുക. ഇവിടുത്തെ സാധാരണക്കാര്, ഇവിടെ ഏറ്റവും മുതിർന്ന വ്യക്തികള് വന്നിരിക്കുക. അതിന്റെ ആവശ്യമുണ്ടോ? അതാണ് ഈ നാടിന്റെ ആവശ്യം. അറിയുന്ന നേതാക്കന്മാർ, വ്യക്തികൾ
സമൂഹത്തിനോട്, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവർ അവർക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നില്ല. അത് ഇന്നത്തെ സമരമല്ല, ആദ്യ സമരമല്ല. ഒത്തിരി സമരങ്ങൾ വന്ന് പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയവും മതമോ ജാതിയൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് ഈ നാടിന്റെ വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കണം. അതിന് എന്ത് നമ്മൾ ത്യാഗം സഹിക്കാനും തയ്യാറാണ്. എന്താവശ്യപ്പെട്ടാലും നമ്മൾ പിന്തുണയ്ക്കും. എന്താവശ്യം ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ്, ഇന്ന കാര്യങ്ങൾ വേണം, ഞങ്ങൾ തയ്യാർ, നമ്മൾ കൊടുക്കും. അതിനെ നമ്മൾ ഒരു കാരണവശാലും ഒരു കുറവും വരുത്തുന്നില്ല. അതുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം, ജനങ്ങളോടൊപ്പം നിൽക്കുവാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവണം. ഇതിന്റെ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം. ഈ പാലം പൊളിച്ച പ്രശ്നം പരിഹരിക്കാനല്ല, ഈ പ്രശ്നം പരിഹരിച്ച് ഇവിടെ നല്ലൊരു പാലം നടപ്പാക്കി ഇവിടുത്തെ സാധാരണക്കാരന് നടക്കുവാനും യാത്ര ചെയ്യുവാനും ഒക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു പാലം നിർമ്മിച്ച് ഈ നാടിന്, ആ നാടിന്റെ വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ ഉള്ള വികസനം നടപ്പാക്കണം. ഇതാണ് വികസനം. ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടിയ വികസനം, ഇവിടുത്തെ ദുഃഖിക്കുന്നതിന് വേണ്ടിയ വികസനം. ആ വികസനം നടപ്പാക്കുവാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരെ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്, എനിക്കും നിങ്ങളോടൊപ്പം വിശ്രമമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്. തിരിച്ചു പറയണം. എന്നിട്ട് നമുക്ക് മീറ്റിംഗ് നടത്താം. എല്ലാവരും പുറത്തിറങ്ങി